ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം. കിഴ്പ്പിളിക്കര ശ്രീനാരായണകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച ശ്രീഭദ്ര മണ്ഡപം സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രിമാരായ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെയും പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി പായ്ക്കാട്ട് മനക്കൽ സനിൽ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ഇന്ത്യയുടെ ഗ്രീൻ ഹീറോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച മലയാളിയും ഗുജറാത്തിൽ ബിസിനസ്സുകാരനായ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ സമർപ്പണം നിർവഹിച്ചു. ഒരു ക്ഷേത്രം നടക്കണമെങ്കിൽ ആ ക്ഷേത്രത്തിന് ഭക്തന്മാർ വേണമെന്നാണ് പറയുന്നത്. ഭഗവാൻ അണുരേണു തൃണകാഷ്ടത്തിലും വസിക്കുന്നവനാണ്. ഓരോ കല്ലിൻ്റെ ചെറിയൊരു പൊയ്യൻ്റെ സൈസ് ഉണ്ട്, അതിൽപോലും ഭഗവാന്റെ ശക്തിയുണ്ട്. ഓരോ വൃക്ഷത്തിൻ്റെ വേരിലും ഫലത്തിലും എലിയിലും ഭഗവാന്റെ ശക്തി, ഓരോ ജീവജാലത്തിലും ഭഗവാന്റെ ശക്തി. ആത്മനെ പരമാത്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ഷേത്രം ഉണ്ടാക്കി ആ ക്ഷേത്രം മുന്നിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ സാധനത്തിൽ നിന്ന് കാശ് കൊടുത്താലേ കിട്ടുള്ളൂ. ഒരു തിരി വാങ്ങണമെങ്കിൽ കാശ് കൊടുക്കണം. ധനമില്ലാതെ എന്തും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ധനം എന്ത് വരുമാനമായിരിക്കും ക്ഷേത്രത്തിന്? അത് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാരായിരിക്കണം. അതുപോലെയാണ് പറഞ്ഞത്, ഭക്തന്മാരാണ് ഒരു ക്ഷേത്രത്തിന് ഐശ്വര്യം. അത് ഭക്തിയോട് വരുന്ന ഭക്തന്മാരായിരിക്കണം. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കുന്നംപിള്ളി നന്ദകുമാർ, സെക്രട്ടറി വൈക്കത്ത് മാധവൻ നായർ, ട്രഷറർ മേനാത്ത് ഉണ്ണികൃഷ്ണൻ, താനിം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CL ജോയ്, ഷൈനി ബാലകൃഷ്ണൻ, മിനി ജോസ്, സതി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മണ്ഡപം സമർപ്പണ ശേഷം മുഖ്യാതിഥി ജപ്പാനിലെ മിയാവാക്കി വനവൽക്കരണ രീതി ഇന്ത്യയിൽ 24 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി വിശദീകരിച്ചു. ആദ്യകാല ഭരണസമിതി അംഗങ്ങളായ ശിവദാസൻ നായർ വൈക്കത്ത്, സുകുമാരൻ നായർ വൈക്കത്ത്, രാമചന്ദ്രൻ ചക്രത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അറക്കൽ രാമചന്ദ്രൻ, ഗിരിജൻ വൈക്കത്ത്, മോഹനൻ ചക്രത്ത്, രവീന്ദ്രനാഥ് മുക്കാപ്പിള്ളി, കോയാവൂർ വടക്കൂട്ട് രാമകൃഷ്ണൻ, രാജേഷ് R നായർ, കൃഷ്ണകുമാർ ചക്രത്ത്, ഉഷ സദാശിവൻ വൈക്കത്ത്, സരള ചക്രത്ത് എന്നിവർ നേതൃത്വം നൽകി. +1 +2 ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ്, റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ നീറ്റ്, JEE എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ഇനി ഒട്ടും പേടിക്കണ്ട. മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട്. അബ്രോഡ് സ്റ്റഡീസിനായി IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ. We provide excellent library, expert faculties, regular exams, online, offline and hybrid classes with well-furnished digital AC classroom. നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം.